അയ്യോ, അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കുറേ നാളെന്നല്ല ഒരു 5-6 ദിവസമായി ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നിരന്തരമായിട്ട് വീഡിയോ ഒക്കെ ഇടുമെന്ന്. പക്ഷെ അതിനുള്ളത് സാധിച്ചില്ല. നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഗെയിമിൻ്റെ പേര് എന്ന് പറയുന്നത് വൺസ് ഹ്യൂമൻ കേട്ടോ. നമ്മളുള്ള ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗെയിം കളിക്കാൻ വന്നത്. അഥവാ ഏകദേശം ഒരു സോംബി ഹൊറർ മൂഡിലുള്ളൊരു ഗെയിമാണ്. ഗ്രാഫിക്സാണ് മനസ്സിലാവും, നല്ലൊരു ഹൈ എൻഡ് ഗ്രാഫിക്സ് ഗെയിം തന്നെയാണ്. എൻ്റെ ഫോണിലിത് പകുതി ഗ്രാഫിക്സിലാണ് വർക്കാവുന്നത്. എന്നാലും സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗെയിമിനെ പറ്റി അറിയാനാണെങ്കിൽ നമുക്ക് ഗെയിം കളിച്ച് തന്നെ അറിയണം. അപ്പോൾ നമുക്ക് ഗെയിമിലിട്ട് എടുക്കാം. ഇതിൻ്റെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇതാണ്. നമുക്ക് ഓടാനും ചാടാനുള്ളൊക്കെ ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് മുമ്പിലായിട്ടൊരു ഇതാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ ഇട്ടൊന്ന് പോയി നോക്കാം. അത് നമ്മൾ ബട്ടർഫ്ലൈ നമ്മുടെ കൂടെ ഉണ്ട് കിട്ടുക. ഇതാണ് നമുക്ക് വഴിയായിട്ട് തന്നെയെന്ന് തോന്നുന്നത്. അത് നമ്മൾ പോകുന്നിടത്തിലൊക്കെ പോകുന്നത്. സെറ്റിങ്സ് നോക്കി നോക്കുക. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാഫിക്സൊക്കെ നമുക്കൊരു ലോക്കലായി കിടക്കുകയാണ്. ഞാൻ പകുതി നോക്കിയായിരുന്നു ഗ്രാഫിക്സൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരിക്കും. നിങ്ങൾ അതിനനുസരിച്ചൊന്ന് സഹകരിച്ചു തരാം. അപ്പോൾ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയിടാൻ ശ്രമിക്കാം. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഈ വീഡിയോക്ക്. കാരണം ഇങ്ങനത്തെ ഒരു ഗെയിമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് കളിക്കണം. സ്റ്റോറി മൂഡാണ്. സ്റ്റോറി മൂഡാണെന്ന് തോന്നുന്നു. സ്റ്റോറി മൂഡായിരിക്കും. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് കളിക്കാം. നമുക്ക് ഒരുമാതിരി നമുക്ക് എന്ത് ചെയ്താലും ഇത് കൂട്ടാം. അവിടെ മൂവി ഇതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കിടക്കുന്നത് റിയലിസ്റ്റിക്കലാണ്. നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ് പിടിച്ചാലോ? സോഫ്റ്റിലായിട്ട് ഇട്ടുണ്ട്. ബാക്കിയൊന്നും ചേഞ്ച് ചെയ്യാനില്ല. ഇവിടെയൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വോളിയത്തിൻ്റെ ഇതൊക്കെയാണ് വരുന്നത്. ഓഡിയോയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്യാരക്ടറിൻ്റെ ഒക്കെ കണ്ടില്ലേ, നമ്മളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം ഇതൊക്കെ ലോഗിൻ ചെയ്യണതായിരുന്നു. കുറേ ഇഷ്യൂസൊക്കെ നടന്ന് നമ്മളിത് VPN വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തോ കിട്ടിയുണ്ട്. നമുക്ക് ബാക്ക് പാക്കൊക്കെ തുറക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കിട്ടിയുണ്ട്. എന്തോ ബാറ്റ് ആട്ടിയാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, എന്തോ ഗ്രാഫിക്സിൽ ഓടാൻ ഭയങ്കര ഇതാണ്. അതിൻ്റെയാണത് ഇങ്ങനെ കാണുന്നത്. നമുക്കൊരു ബാറ്റ് കിട്ടിയുണ്ട്. നമ്മളതിപ്പോൾ എക്വിപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. തന്നെ എക്വിപ്പ് ചെയ്തുണ്ട്. വല്ല സോംബി ഒരു പഠിച്ചോടിക്കാനായിരിക്കും തോന്നണേ. നമുക്കതായാലും മുമ്പിലോട്ട് തന്നെ പോയി നോക്കാം. ഇവിടെ നമ്മുടെ ഈ ബട്ടർഫ്ലൈ പോണ വഴിക്കാണ് നമ്മൾ പോണേ. എടാ എന്താ സോംബിയാണ്? എടാ തന്നെ സോംബി തന്നെയാടാ. അതിൻ്റെ ഒരു ലൈഫ് കൊടുത്തിട്ടുണ്ട്. അത് തീരണവരെ അടിച്ചു കൊല്ലണോ തോന്നുന്നു. അടിച്ചു കൊന്നേണ്ട്. നമ്മളെ കൊന്നേണ്ട്. പിന്നെ മുമ്പിലോട്ട് തന്നെ പോകാനാണ് പറയണത്. നമുക്ക് പോയി നോക്കാം. ഇനി സോംബികളുണ്ടാവോ? അവിടെ നിന്ന് ഒരു ക്രൈറ്റ് പോലൊരു സാധനം കിടക്കുന്നുണ്ട്. അല്ല ക്രൈറ്റ് അല്ല, എന്താ തീയായിരുന്നു. ചാടിയിട്ട് എന്താ കയറത്തെ? നമ്മൾ മുമ്പിലോട്ട് പോയി കേട്ടോ. അടുത്ത ചെക്ക് പോയിൻറ്റും കിട്ടിയെന്ന്. ഇതൊക്കെ ചെക്ക് പോയിൻ്റാണ്. സോംബി ഉണ്ടാവും. 2 എണ്ണം ഉണ്ട്. ഓർണത്തിലേക്ക് കയറുന്നത്. പിന്നെ കൊല്ലുമ്പോൾ എന്തോ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു ഇത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. നമുക്കപ്പോൾ മുമ്പിലോട്ട് പോകാനായിട്ട് ഒരു പോയിൻ്റ് കൂടി കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഫോളോ ചെയ്ത് പോയാൽ അതിന് തോന്നുന്നു. അതെന്താ അത്? എന്തൊരു ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. അതെന്തിട്ടത്? എടാ അത് നമ്മുടെ സ്കിബിഡി രോയിലുള്ള തലകളാണല്ല. അതെങ്ങാനാണ് നോക്കി നോക്കാം. സ്കിബിഡി രോയിൽ കുറേ തലയിൽ. എടാ അതല്ല സീനായിട്ട് എന്തൊക്കെയാണ് ആൾക്കാരുടെ തലയിൽ ഇതൊക്കെ. അടപ്പോൾ നമ്മൾ ഇത് അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് തോന്നുന്നു. അവിടെ തന്നെ കാര്യം. നമ്മൾ അങ്ങടേക്ക് പോയി അറ്റാക്ക് ചെയ്യണം. നമ്മൾ ഭയങ്കര ധീരശാലിയാണ്. അതാ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും വിട്ടെടുക്കുന്നില്ല. നമ്മുടെയുള്ള ബാറ്റും വെച്ച് പരമാവധി അടിച്ചുപോലുണ്ട്. സ്ക്രീൻ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ടൊക്കെ തീർക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഈസി. അതിനെ കൊണ്ട് അത് അവസാനത്തെയാണ്. അത് അവസാനത്തെയാണ്. മുമ്പിലോട്ട് പോകാനാണ് പറഞ്ഞാണ്. അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇട്ട് ഇതെന്താ? അത് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഗെയിമിൽ നിന്ന് ഒരു ക്രൈറ്റ് കിട്ടിയാണ്. അതെടുക്കുക. നമ്മളതെടുത്തുണ്ട്. മേളിലോട്ട് വേണമെന്ന് പറയണം. നമ്മൾ മേളിലോട്ട് പാട്ടാം. അപ്പോൾ നമ്മളെ ചാനൽ ഇതുമായിട്ടും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. നമുക്ക് ഇതിലായിട്ട് അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല.
അധികം നല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ എന്താ ചേർന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും വരും, നിറച്ച് സോംബീസാവും. എന്താ ഇതിൻ്റെ കണ്ണിൽ കണ്ടിട്ടത്? എടാ ഞങ്ങളുടെ കണ്ണിൽ പൂമ്പാറ്റ. എടാ ഇതിൻ്റെ കണ്ണിൽ എന്താ പൂമ്പാറ്റ? ഇത് മനുഷ്യൻ തന്നെയല്ലേ ഇത്? എനിക്ക് എന്താണെന്ന് മനസ്സിലാവുള്ള. കണ്ണിൽ പൂമ്പാറ്റയൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും സ്കിപ്പ് അടിച്ച കളയാണ്. ഡബിൾ ടാപ്പ് അടിക്കുമ്പോൾ നമ്മുടെ ഇത് ഇതായി പോകുന്നുണ്ട്, സ്കിപ്പായി പോകുന്നുണ്ട്. സ്കിപ്പ് എന്നല്ല, അടുത്തെതിരായിട്ട്. എടാ നമുക്കിവിടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ട്, അത് നമുക്ക് ചോദിച്ചു കേട്ടോ. സ്കിപ്പ് അടിച്ച് കാണാം. എടാ നമ്മളത് മെയിനായിട്ട് ഈ വീഡിയോസൊക്കെ കാണുന്നത് ഗെയിമിനെ പറ്റി അറിയാനാണ്. അല്ലാണ്ട് ഗെയിം ഇങ്ങനെ തുടർന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ ഗെയിമിനെ പറ്റി ശരിക്കും ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഗെയിം എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടപ്പോൾ ഇത് കഴിഞ്ഞുണ്ട്. അവിടെ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. നമുക്ക് ആകെ കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് 1 2 ഒക്കെയാണ്. 1 2 അല്ല, ആദ്യത്തെ വീഡിയോക്ക് 7 വ്യൂസ് കിട്ടി. അങ്ങനെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇതാണ് നമ്മുടെ മാപ്പ് എന്ന് തോന്നുന്നത്. അത്യാവശ്യം ഇത് ചെറിയ മാപ്പാണ്. എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് പോകെ മാപ്പൊക്കെ വലുതായി വരുമെന്നാണ്. ഇപ്പോൾ ഇങ്ങനെ സ്റ്റോറി ഗെയിമാണെന്ന് തോന്നുന്നു കേട്ടോ. എടാ ഇതാണ് നമ്മൾ കളി തുടങ്ങാൻ നേരത്ത് ഇവിടെയായിരുന്നു നമ്മൾ നിന്നായിരുന്നത്. അഥവാ ലോഡിങ് സ്ക്രീനിൽ ഒരു പെൺകുട്ടി അവിടെ നിൽക്കണ്ടായിരുന്നു. അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ കൊടുത്തേണ്ട് കടാ ശേഷം കളക്ട് നമ്മളതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അവിടെ ഇട്ട് കാണിച്ചിട്ട് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. നമ്മളപ്പോൾ ഈ പോയിന്റിനെ ഫോളോ ചെയ്ത് പോയത് കേട്ടോ. കൂടെ ഒരു എന്തൊരു ഇത് വരും. എടാ എന്താണത്? എന്തോ ഉണ്ടാവേ മനസ്സിലായിട്ടുള്ള വണ്ടിയായിരുന്നു. ഞാൻ അടുത്തൊന്ന് ജീവനെ കൂട്ടിയിരിക്കണ്. എടാ അതിൻ്റെ ഉള്ളിൽ സോംബി ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, കാരണം ഒരു വീടല്ല, അതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും ഉണ്ടാവും. ഇതിന് സോംബി എന്ന് പറയാൻ പറ്റില്ല. തലയിൽ എന്തൊക്കെയോ സാധനം കയറ്റി വെച്ചുണ്ട്. എന്തോ മ്യൂട്ടേറ്റ് ആയതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ചിലത് മാത്രമാണ് മനുഷ്യൻ്റെ തലയൊക്കെ ആയിട്ട് തന്നെ. മനുഷ്യൻ്റെ തല എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വികൃത രൂപമായിട്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് മേലോട്ട് കയറി പോകാനാണ് പറയണത്. അങ്ങനെ മേലോട്ട് കയറി പോയി നോക്കാം കേട്ടോ. എന്താണ് ഇവിടെ പൊളിഞ്ഞെടുക്കണേ? അത് നമ്മളടുത്ത് അങ്ങടേക്കാണ് പോകുന്നത്. നമ്മൾ ചാടിപ്പോണം. അങ്ങനെയാണ്. അല്ലല്ല, പുറത്തേട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ചാടിയാണോ പുറത്തേട്ടാണ്? ഞങ്ങൾ പുറത്തേട്ടാണോ പോകണ്ടേ? ഞങ്ങളടുത്ത് ചാടി പോകണമെന്നാണ്. പക്ഷെ ഇവിടെ എന്തോ എടുക്കാണ്ട്. ക്രേറ്റാണ്. അല്ല ഡോർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് തുറന്ന് ജനാല തുറന്നാൽ ഇവിടെ വന്നുണ്ട്. താഴ്ച ഇത് ഉള്ളിട്ടാടാൻ പറ്റുമോ? ഇത് ഉള്ളിട്ടാടാൻ പറ്റുകയാണെങ്കിൽ ഇടിയിലായി. അത് തിരിച്ച് കയറാൻ നോക്കാം. തിരിച്ച് കയറാൻ ചാടി ചാടി ഇത് ക്ലോസ് ആയാണ്. ചാറ ദിവസം നമ്മൾ ചാടിയിട്ട് അറിയില്ല. ചാടി നോക്കാം. നിങ്ങൾ ചാടിയില്ല, അതിൻ്റെ ഉള്ളിൽ ചാടலாம். നിങ്ങൾ ചാട ചാടി. പക്ഷേ തിരിച്ച് ഉപകാരമൊന്നുമില്ല. നിങ്ങൾക്ക് പോയി നോക്കാം. ഇത് അവിടെ എന്തോ മരം വെട്ടാനാണ്. അതാ മരം വെട്ടാൻ തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പിക്കാക്സ് ഒക്കെ ഉണ്ടല്ലേ. അവിടെ ഇതിനകത്ത് വെട്ടിക്കൊല്ലാത്ത എന്താ സോംബികളെ. അതാകുമ്പോൾ കുറച്ചുകൂടി രസമുണ്ടാവും. ഇതേമാതിരി ബാറ്റും കൊണ്ട് ചുമ്മാ അടിച്ചു കൊല്ലണത്. വെട്ടിക്കഴിഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞു. അങ്ങനെ മരം അങ്ങനെ വെട്ടിയിട്ടുണ്ട്. സക്സസ്ഫുള്ളായിട്ട് ഇതും വെട്ടണം. വെട്ടി കഷ്ണമാക്കണം. എൻ്റെ ബാക്കിൽ തള്ളണം. അല്ല നമുക്ക് ഇനി വീട്ടിലോട്ട് വന്നതാണ്. ഇങ്ങനെ ഇന്ന് സോംബികളുണ്ടാവും. ഇല്ലാന്ന് തോന്നുന്നു. സോംബികളില്ലാന്ന് തോന്നുന്നു. ഇതേപോലെ അതായത് എന്നാ അവനെ ഇവിടെ നമ്മൾ വെട്ടിക്കൂട്ടി തരാം. അവിടെ പിക്കാക്സ് ആയിട്ട് വെട്ടാൻ പറ്റണം. അങ്ങനെയാണ് നമുക്ക് കൈയും കാലൊക്കെ വേർതിരിവായിട്ട് കാണാറുണ്ട്. അതടുത്ത് പിന്നെ മേലോട്ട് വരാനാണ് പറയണത്. മേലോട്ട് ഇട്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് വരാൻ പറയുമായിരിക്കും. അതായിരിക്കും സംഭവിക്കണേ. പിന്നെ മേലോട്ട് കയറി പോകുന്നുണ്ട്. അവിടെ നമ്മൾക്കിപ്പോൾ അവിടെ എന്ത് പണിയണം എന്ന് തോന്നുന്നു. അവിടെ എന്തോ ബ്ലൂ ഷെയ്ഡിലെന്തോ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്രേറ്റ് ആകാൻ കഴിഞ്ഞാണ്ട് കളക്റ്റാവ് കൊടുക്കുക. നമുക്ക് പിസ്തലല്ലേ കിട്ടിയേ? നമുക്കൊരു പിസ്തൽ കിട്ടിയുണ്ട്. ഇത് വെടി വെക്കാനും പറ്റും. ഇത് നോക്കട്ടെ. ഇത് നമ്മുടെ എക്യുപ്പ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. അത് നമ്മുടെ കയ്യിലൊന്നും എടുക്കാം. അത് പിസ്റ്റല് ഇവിടെ തന്നെ നടക്കണം. ഏതൊരു കണ്ണുമാണ്. നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം പ്ലീസ്. നമുക്കിവിടെ എന്തോ പണിയാനാന്ന് തോന്നുന്നു. നമ്മളുടെ ഇപ്പോൾ വെട്ടി കൊണ്ടൊന്ന് മരം കട്ടിയാൽ നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ.
അതിനായിട്ടാണ് നമ്മൾ ആ മരം വെട്ടിയാന്ന് തോന്നുന്നത്. നമുക്ക് ക്രാഫ്റ്റ് അതന്നെ നമ്മൾ വുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വുഡ് എടുത്താണ് നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്. നമുക്കപ്പോൾ ആദ്യം പണിയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ഇതാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ടെറിട്ടറി ആക്കാനാണെന്ന് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പോൾ പണിയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ അപ്പോൾ അതിലോട്ട് കടക്കാൻ വല്ലതായിരിക്കും. എന്തായാലും അടുത്തതാണ് കണ്ട് ഇത്ര മതി, നമുക്കൂടെ എടുക്കാനില്ല. ഇത് നമുക്ക് കയറി പോകാൻ പറ്റും. എടാ അടുത്ത് വെച്ചിട്ടുണ്ട്. എടാ നമ്മൾ വച്ചിട്ട് ഇത് കീര നമ്മൾ അപ്പോൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കണ നമ്മളത് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തും വെക്കാം, അവിടെയും വെക്കാം. വച്ചുണ്ട്. ഇനി നമുക്ക് മേലോട്ടോ വേണം, മേലോട്ട് വെക്കാൻ ഇനി നമുക്ക് വെക്കട്ടെ. നമുക്ക് അതിൽ കൂടെ വെക്കാൻ പറ്റും. മേലോട്ടോ നമുക്ക് അപ്പുറത്തും ഇത് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്ത് ക്രേറ്റ് ആണെന്ന് തോന്നുന്നത്. എന്നിട്ടത് പാട്ടാണ്. റേഡിയോ ഇത് പാട്ടാണ്. റേഡിയോ ഇടത് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്. പാട്ടൊന്നും വേണ്ട, നമുക്ക് ഗെയിമാണ് നോക്കേണ്ടത്. പാട്ട് കേൾക്കാൻ തന്നെയാണ്. എടാ പിന്നെ അവിടെ എന്താ പോയിൻ്റ് അടിക്കണേ? ഈ ചെറിയ സാധനമാണ് ഇത് പിന്നെയും പാട്ട് തന്നെയല്ലോ. ചുമ്മാ എന്തെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെയാണ്. ഇതാണ് സോറി, നമ്മൾ കുറേ നേരം ഇതാണ് നമ്മുടെ വുഡ് ഇതാക്കാനായിട്ടാണ് കേട്ടോ. കൺഫേം കൊടുക്കാട്ടെ. എന്താണെന്നറിയില്ല. അവിടെ നമ്മുടെ മാക്സ് ആക്കില്ല, മാക്സിമം വുഡ് ഇതാക്കി. എടാ നമ്മുടെ ടെറിട്ടറി ആക്കി തോന്നിട്ടത് അങ്ങനെ. അതെ നമ്മൾ നമ്മുടെ മെയിൻ പ്ലേസ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളവിടെ വിലക്കെടുക്കുക അത്ര തന്നെ. അവിടെ നമുക്ക് വെറുതെ എയിം ചെയ്ത് തന്നെ കൊടുക്കാം. ഫോട്ടോ വേണ്ട. എടാ മാക്സ് ആക്കാം. മാക്സ് ആക്കിയിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്തിട്ട് താഴ്ത്തിട്ട് പോകാനാണ് പറയണത്. നല്ലല്ലോ അവിടെ തോന്നുന്നു. ഇല്ല താഴത്ത് തന്നെയാണ് ഉണ്ട്, അവിടെ തന്നെ. ഇനിയിപ്പോൾ പിന്നെയും താഴ്ത്തിട്ട് പോകണം. ബാത്റൂമൊക്കെയാണ്. നമുക്ക് നമ്മളെ താഴ്ത്തിട്ട് പോകാം. ബെഡൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി പോയി നോക്കാം. അവിടെ ആയിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സംതിങ് വെൻഡർ നമ്മളിവിടെ എന്തോ എടുക്കുന്നുണ്ട്. ക്രൈറ്റാണ്. കൊളസ്ട്രോൾ എന്താണത്? നമ്മുടെ ഇവിടെ എന്തോ ഇത് മറ്റേ സാധനം തന്നെ. ഇവിടെ പിന്നെയും പെണ്ണ് വരും. ഇതെന്തിട്ടത്? ഇതാണ് ഞാൻ പറയാം സ്റ്റിബിലിറ്റി പോയിട്ട്. അല്ല നമ്മളിതിന് വെടി വെച്ച് വിടണം തോന്നുന്നത്. നമുക്ക് ഇത് വെടി വെക്കാനുള്ള ആവശ്യം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. ഇല്ല നമ്മൾ പിന്നെ റീവ് അടിച്ച വിഷമമായി. ഒരാവശ്യം ഉണ്ടാകുന്നില്ല, ചുമ്മാ ഒരു ദിവസം നമുക്ക് ടീമായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിമാണെന്ന് തോന്നുന്നത്. കാരണം റിവ്യൂവൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഗീവപ്പ് അടിക്കാം. ഓൾഡ് ആൻഡ് ഇത് നമുക്ക് ഗീവപ്പ് അടിക്കാം. ഗീവപ്പ് അടിച്ചുണ്ട്. അവിടെ ഗെയിം റീസെറ്റ് ആവും. ഇല്ല നമ്മൾ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ചെക്ക് പോയിൻ്റാന്ന് തോന്നുന്നു. വെള്ളപ്രധാനം നമ്മൾ വീണ്ടും അവിടെ തന്നെ സ്മോളായുണ്ട്. ഇതിൻ്റെ ലോഡിങ് സ്ക്രീനാണ്. ഞാൻ പകുതിയും കട്ട് ചെയ്ത കളഞ്ഞാണ്. കുറേ നേരം ഉണ്ട് ഇത്. ഭ്രാന്തുടിക്കും. കുറേ നേരം നോക്കി നിന്നിട്ടാണ് ഇത് ലോഡായി തന്നെ. ഓക്കെ നോക്കാം. ലോഡായുണ്ട്. നമ്മളിത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ചേർത്താൽ തന്നെ തിരിച്ചു വന്നു. നമുക്ക് ഞാൻ സാധനങ്ങൾ പോയി വെടി വെച്ചോല്ല. അത് ദൂരത്ത് നിന്ന് വെടി വെച്ച് കഴിഞ്ഞാൽ നോക്കാമല്ലേ. നമുക്ക് ഡയറക്റ്റ് മടിയാക്കാനെ പോട്ടെ. ആ കണ്ണം മലയിൽ കയറി പോവാ. കുറച്ച് രസമുണ്ടോ. ഇത് ഇടിമിന്നലാണ് ഇടിയനെ. നമ്മൾ അടുത്തൊക്കെ വന്ന് കുറേ എണ്ണം ഇതാവുണ്ട്. എന്താണെന്നറിയാം, നമുക്കങ്ങനെ പോയി നോക്കാം. ഇപ്പോൾ വീട്ടിൽ കയറി പോകാൻ നേരം എന്താണ് സ്റ്റെക്കായിട്ട് പോകാം. ചാടി ഓടിപ്പോ. അല്ല നമുക്ക് ഇവിടെ നിന്ന് വെടിച്ച് വിടാൻ പറ്റുമോ തോന്നുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് അടിക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഈ ഗേറ്റ് വിട്ട് വരാൻ പറ്റില്ല എന്നാണ് അങ്ങനെ വെടി ചാള വരും. അത് ഇവിടെ ഇട്ടും വരും. വരില്ലടാ. നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. ഇവിടെ പെട്ട് മമ്മമാരുടെ അടി ഒരുമാതിരി കൊടുക്കത്തടിയാണ്. പക്ഷെ നമുക്ക് നമ്മളങ്ങനെ വിട്ടിടില്ല. പ്ലെയറിലടിയാണ്. അവിടെ ചത്തതൊക്കെ അത്രേ ഉള്ളൂ. കൊന്നു കളഞ്ഞുണ്ട്. ഈ കുഴി കൂട്ടി മൂടിയാൽ മതി. അതിനുള്ള സംവിധാനം ഉണ്ട്.
നിങ്ങളിപ്പോൾ ഇങ്ങനെ കൊന്നയുണ്ട്. ഇതിനിട്ടത് അതും പറ്റത് നീല നിറത്തിലൊന്നും എന്തോ ഒരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ അടുത്തായിട്ട് വേണമെന്ന് തോന്നുന്നു. അതിനാണ് തോന്നുന്നത്. ഇത് കടിക്കുമോ? ഇതിനെയും കൊല്ലണോ? വെടിവെച്ച് കൊല്ലാൻ പറ്റും. അത് നമുക്ക് അതിൻ്റെ അടുത്തിട്ട് വേണം തോന്നുന്നത്. ഇത് ചെക്ക് പോയിൻ്റാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് പോയിൻ്റ് ഉറപ്പിച്ചാൽ അവിടെ ഇറങ്ങുന്നു. ഇപ്പോൾ ആ പൂമ്പാറ്റപ്പന്ന് വരുന്നു തോന്നുന്നത്. അങ്ങനെയാണല്ലോ സാധാരണ. ഇല്ല, അങ്ങനെയില്ല. ഇതിന് നമ്മൾ എന്തെങ്കിലും വെടിവെച്ചിടണം. ഇല്ലെങ്കിൽ നമ്മളിത് തന്നെ എന്ത് മേടിച്ചെടുക്കുന്നുണ്ട്. ഇത് കോളല്ലേ, ഈ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെ വെടിവെച്ച് വിടണമെന്ന് എന്തൊരു അത് വെടിവെച്ചിട്ട് നമുക്ക് പോയിൻ്റ് ആണുള്ള. അപ്പോൾ സാധാരണ ലോക്ക് ആവേണ്ടതാണ്, ലോക്ക് ആവുള്ളൂ. അപ്പോൾ ഇതിന് വെടിവെച്ച് കൊല്ലാനുള്ള നമ്മളെന്തോ കളക്ട് ചെയ്യേണ്ടതാണ്. കളക്ട് ചെയ്തേണ്ടത് പിന്നെയും കളക്ട് ചെയ്യണം. അത് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മുടെ മെഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയായിട്ടാണെന്ന് തോന്നുന്നു. ഇതും തൊട്ട് പോകാനുള്ളല്ലോ ഇത്. ഇതും ഗെയിം വല്ല ബഗ്ഗായതാണോ? നമുക്കിടെ പോയി കളക്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മളൊരു മാതിരി ആദ്യം പിടിക്കുന്നു. കളക്ട് ചെയ്യടാ. അത് കളക്ട് ചെയ്ത് അവിടെ ഒരു തവണ പോയി. നമ്മൾ കുറേ നേരം കൊണ്ട് കാണിച്ചിട്ടാണ് ഇപ്പോഴാണ് പോകണമെന്ന് തോന്നുന്നത്. ഇപ്പം കാര്യം നമ്മൾ എടുത്തേണ്ടത് അങ്ങനെ പറഞ്ഞില്ലേ, പൂമ്പാറ്റ പെണ്ണ്. എന്തായാലും എൻ്റെ ഒരു കണ്ണിങ്ങനെ പൂമ്പാറ്റ കൂടിയിരിക്കാൻ സ്കിപ്പ് അടിച്ച് കളയാം. സ്പീഡിലാവട്ടെ. അപ്പോൾ നമ്മുടെ പൂമ്പാറ്റ പെണ്ണ് പോയി തോന്നുന്നത്. നമ്മൾ ഡ്രിങ്ക് എന്താ പറയുക, നമ്മൾ വെള്ളം എടുക്കണം. നമ്മളെന്താ ചീത്ത വെള്ളാട്ടയെന്ന് പറയണത്. കുടിക്കാൻ നമുക്ക് നമ്മൾ അപ്പോൾ ആദ്യമായിട്ട് വെള്ളം കുടിക്കാൻ വേണം. നമ്മൾ വെള്ളം കുടിക്കണം. നമ്മൾ വെള്ളം കുടിച്ച് നമ്മളെന്തോ അച്ചീവ്മെൻറ്റ് ഇതായുണ്ട്. എന്തോ ഒരു ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നത്. ഇവിടെ പോയിട്ട് എന്താ നമ്മുടെ കാറിൽ നിന്ന് എന്തോ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കാർ ഓടിക്കാൻ പറ്റും. ഇല്ല, കാറിൻ്റെ ബാക്കിൽ നിന്ന് എടുക്കാനാണ് ഉണ്ടൊക്കെ. അതാ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് എടുക്കാനാണെന്ന് തോന്നുന്നത്. എടുത്തേണ്ട് സാധാരണ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ അപ്പുറത്തെ കാറിൽ നിന്ന് എടുക്കണം. അപ്പം ഈ വൈറ്റ് കാറിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. വാട്സപ്പ് ഞാൻ എപ്പോഴും മറന്നു പോയത്. ഇപ്പോൾ കളിയുടെ എല്ലാം മാറ്റാനുമില്ല. നിങ്ങൾ പോട്ടെ എടുത്ത് കളക്ട് ചെയ്ത് വീട്ടിലോട്ട് പോകണം. അതാണ് പറഞ്ഞില്ല, ഈ ഗെയിം എൻ്റെ ഫോണിൽ അധികം സപ്പോർട്ടൊന്നും ആവാനുള്ള അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. നിങ്ങൾ ക്ഷമിക്കുക. പോകെ ഇതൊക്കെ മാറ്റിയെടുക്കുക. ഇപ്പം ഞാനൊരു VPN വെച്ച് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ VPNൻ്റെ സെർവറിൻ്റെ പ്രശ്നം. അത് ഫോണിൽ ഇതൊക്കെ സപ്പോർട്ടാവും, പക്ഷേ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയണമെന്ന് മനസ്സിലാവില്ല. ഞാൻ തന്നെ എന്താ പറയണത് എനിക്ക് തന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് പൂമ്പാറ്റയുടെ അടുത്ത് നമ്മൾ നിൽക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് മനസ്സിലാവില്ല. ഈ സാധനം ബെഡിൽ കിടക്കാനാണെന്ന് തോന്നുന്നത്. കിടന്നുറങ്ങാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് ഡേ എണീക്കണം എന്ന് തോന്നുന്നത്. ഇല്ലേ, നമുക്ക് ഗെയിം അടച്ച് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നത്. കാരണം ഇത്രയും തന്നെ കുറേ നേരമായി. മിനിമം അവിടെ ഒരു 19 മിനിറ്റ് എങ്ങനെയല്ല 12 മിനിറ്റെങ്കിലും കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്ര നേരം കളിച്ചല്ലേ കുറച്ച് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ഇതുവരെയായിട്ടും കണ്ടിട്ടും ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ മതി, സപ്പോർട്ടാവും. എനിക്കിതിനായിട്ടൊരു സബ്സ്ക്രൈബർ പോലും ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ മാപ്പ് ഇത്രയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇത് ഇൻക്രീസ് ആവുമോ ഇത്രയാണോ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കുറേ മോഡൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ കുറേ മോഡ് വെർഷനൊക്കെ ഉണ്ട്. ഇത് ഞാൻ സിംഗപ്പൂരിൻ്റെ ഒരു VPN ഇട്ടാണ് കളിക്കണത്. കുഴപ്പമില്ല, അത്യാവശ്യം കളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഗെയിം ഇത്രയേ ഉള്ളൂ. ഓക്കെ.